ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇനി മുതൽ ഈ ചാനലിൽ അപ്കമിംഗ് വിശേഷങ്ങളും ആയിട്ടാട്ടോ എത്തുന്നത്. അതും നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. ഇന്ന് നാളെയും നടക്കുന്ന വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ അപ്കമിംഗ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു നല്ല മുഹൂർത്തങ്ങളും പ്രണയ നിമിഷങ്ങളും അവർക്കുണ്ടാകുന്ന ചില വേദനകളും സങ്കടങ്ങളും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഇനി വരാനിരിക്കുന്ന കഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിന് കാരണമുണ്ട് കേട്ടോ. നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും കഥ അവസാനിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്മളിപ്പം കഥയൊന്നും ഇടുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറെ പേരുടെ റിക്വസ്റ്റുകളൊക്കെ വരുന്നത്. നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന്. എങ്കിൽ പിന്നെ ഞാൻ ഓർത്തു തന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ എന്ന് കേട്ടോ. അപ്പൊ പിന്നെ അതുകൂടാതെ നമ്മൾ പവിത്രത്തിന്റെ അതായത് പ്രമോ വിശേഷം കൂടി ചെയ്യുന്നുണ്ട്. ഫുൾ വിശേഷം പതുക്കെ ചെയ്തു തുടങ്ങാം. പ്രമോ വിശേഷം ഇപ്പൊ നമ്മൾ ഇന്നലെ മുതൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലേ. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം തടി തപ്പി. മാത്രമല്ല ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് റിസൾട്ട് ഒക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ചന്ദ്രയുടെ അടുത്തേക്ക് ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സംഭവം? നമ്മുടെ ശ്രുതി പറഞ്ഞു പ്രഗ്നന്റ് അല്ല എന്ന്. അപ്പം ഏതായാലും അവിടെ വലിയൊരു വിഷയം തന്നെ നടക്കൂല്ലോ. അപ്പൊ ഇനിയിപ്പം അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കും. ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. ചന്ദ്ര ഇനിയിപ്പൊ ശ്രുതിനെ നമ്മുടെ രേവതിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കില്ല. അപ്പൊ അതറിഞ്ഞു നിൽക്കെ നമ്മുടെ ശ്രുതി അടുത്തൊരു റൂട്ടിലേക്ക് കടക്കുകയാണ്. അതും രേവതിയുടെയും സച്ചിയുടെയും തലയിലേക്ക് തന്നെ. രേവതിയും സച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ പൂക്കച്ചവടം ചെയ്ത് കാറൊക്കെ ഓടിച്ച് അവർ ജീവിച്ചു പോകുന്നത്. സന്തോഷമുള്ളൊരു ജീവിതം. അപ്പൊ ഇവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ സച്ചി അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇവിടെ ചന്ദ്ര പ്രശ്നം ഉണ്ടാക്കും, രേവതി പ്രശ്നം ഉണ്ടാക്കും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലാകും. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇപ്പം അച്ഛന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അച്ഛനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അച്ഛനെ ഒന്നും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ കൊണ്ടുവന്ന് നമ്മുടെ സച്ചി പിടിക്കുകയും ചെയ്യും. അപ്പൊ അതിൽ നിന്നൊക്കെ ശ്രുതിക്ക് ഒരു രക്ഷ നേടാനും സാധിക്കും. അപ്പൊ അതും കൊണ്ട് വലിയ പ്ലാനിങ് ആണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശ്രുതി? വേറൊന്നുമല്ല, സച്ചിയുടെയും രേവതിയുടെയും ജീവിത മാർഗമായ പൂക്കട, നല്ല രീതിയിൽ തന്നെ പൂക്കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ആ പൂക്കട തകർക്കുക. ആ പൂക്കട തകർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി വെറുതെ ഇരിക്കുവോ? ഒരിക്കലും വെറുതെ ഇരിക്കില്ല. ഇതൊന്നെങ്കിൽ ചെയ്തത് ചന്ദ്രയാണെന്ന് ഒന്നെങ്കിൽ നല്ല ചന്ദ്ര തന്നെയാണ് ഇത് ചെയ്തതെന്ന് സച്ചിക്ക് മനസ്സിലാകും. അപ്പൊ ചന്ദ്രനെ കൂട്ടുപിടിച്ച് ആ പൂക്കട തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് നമ്മുടെ ശ്രുതി. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ചന്ദ്രയോടും ശ്രുതിയോടും പറയുകയാണ്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. അവരെക്കാലവും ഈ കുടുംബത്തിൽ തന്നെ താമസിക്കും. തൊട്ടടുത്ത് തന്നെയാണ് പൂക്കട ഉള്ളത്. അപ്പൊ പിന്നെ രേവതി ഈ വീട് വിട്ടു പോകുവോ? ഇല്ലല്ലോ. സച്ചി ഈ വീട് വിട്ടു പോകുവോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ആന്റി ചെയ്യേണ്ടത്? നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണ്ടേ ആന്റി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്. ചന്ദ്രയും പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതി, നീ എന്താ ഈ പറയുന്നത്? അതിനിപ്പോ എന്ത് ചെയ്യാനാ പറ്റുന്നത്? നമ്മൾ പരമാവധി ശ്രമിച്ചതല്ലേ. അവനോട് പറഞ്ഞു മടുക്കുന്നതല്ലാതെ ഓരോ ദിവസം കൂടുന്തോറും പൂക്കച്ചവടം ഓർഡറും കൂടുന്നതല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അതിനുള്ളൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ദേ, ഈ പൂക്കട ഇരിക്കുന്നത് റോഡ് സൈഡിലല്ലേ. റോഡ് സൈഡ് നമ്മുടെ സ്വന്തം അല്ലല്ലോ, അത് സർക്കാരിന്റെ മുതലാണ്. മാത്രമല്ല ഒരു കട തുടങ്ങുമ്പം അതിന് ലൈസൻസ് വേണം. ആ ലൈസൻസ് സച്ചി എടുത്തിട്ടുണ്ടോ? അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇല്ല ശ്രുതി, എടുത്തിട്ടില്ല. അതൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പൊ നീ ഇതിനു മുമ്പ് ഇതൊക്കെ അന്വേഷിച്ചോ? അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ കളിക്ക് ഇറങ്ങാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. ഇതിന്റെ പിന്നിൽ നമ്മളാണെന്ന് അറിയാനും പാടില്ല. ഒരു കാര്യം ചെയ്യണം അമ്മേ, നമുക്ക് പോലീസിനെ വിളിച്ച് പരാതി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പരാതി കൊടുക്കാം. അപ്പൊ പിന്നെ പോലീസുകാർ ഡയറക്റ്റ് ആയിട്ട് ഇടപെടില്ല, പക്ഷേ അവിടെ ഇടപെടും. മുനിസിപ്പാലിറ്റിക്കാര് ഇടപെടും. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കട വന്ന് അടിച്ച് തകർത്ത് പൊളിച്ചിട്ടിട്ട് പോകുകയും ചെയ്യും. നമ്മുടെ സച്ചി പ്രശ്നം ഉണ്ടാക്കും. സച്ചിനെ പിന്നെ പോലീസ് കൊണ്ടുപോകും. അങ്ങനെ അവര് പിന്നെ പൂക്കട തുടങ്ങുകയും ഇല്ല. അങ്ങനെ അവര് വേറെ എവിടെയെങ്കിലും പൂക്കട ഇടാനായിട്ട് ഈ വീടും വിട്ടുപോകും. അമ്മയ്ക്ക് അതല്ലേ വേണ്ടത്. അല്ല ശ്രുതി, ഇതൊക്കെ നടക്കുവോ? അല്ല, ഇതൊക്കെ അങ്ങേരെ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആകെപ്പാടെ വിഷയം മാറും. ഇല്ല ആന്റി, ഇതാരും അറിയാൻ പോകുന്നില്ല. നമ്മള് ഡയറക്റ്റ് ആയിട്ട് പോയി പരാതി കൊടുക്കണ്ട. നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പരാതി കൊടുപ്പിക്കാം. നമ്മൾ കുടുംബത്തിലുള്ള ഒരു പരാതി കൊടുത്താലാണല്ലോ പ്രശ്നം.
അതുകൊണ്ട് ആന്റിയുടെ ഒരു ചെറിയ ഒപ്പ് മാത്രം മതി ഇതില് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ കൊടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് പിന്നെ ശ്രുതി ചെയ്യുന്നത്. കാരണം ഉപ്പ് ചന്ദ്രയുടെ ആകുമ്പോൾ ചന്ദ്രയാണ് ഇത് ചെന്ന് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പറഞ്ഞതെന്ന് മനസ്സിലാകും. നമ്മുടെ സച്ചി ചന്ദ്രയുടെ മെക്കിട്ട് കയറും. അവിടെ അടി ബഹളം പൂരം മറ്റേ തൃശ്ശൂർ പൂരത്തിന്റെ അപ്പുറമാകുമെന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഒരു കുറച്ച് നാളത്തേന് നമ്മുടെ ശ്രുതിക്ക് ശല്യം ഒന്നും ഉണ്ടാവത്തില്ല. ഇവരടി പിടി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ശല്യം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിയുടെ പ്ലാനും പദ്ധതിയൊക്കെ ഇതാണ് കേട്ടോ. ഭയങ്കര പ്ലാനും പദ്ധതിയൊക്കെ തന്നെയാ. അതൊരു തരത്തില് നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ലതാട്ടോ. കാരണം നമ്മുടെ സച്ചി എന്താ രേവതി അല്ല ശ്രുതി എന്താ വിചാരിച്ചിരിക്കുന്നത്, അവര് പൂക്കട നിർത്തി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷെ അതൊന്നും അല്ല, നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവര് പൂക്കട ഉപേക്ഷിച്ചിട്ട് എങ്ങും പോകാൻ പോകുന്നില്ല. അതിനു പകരമായിട്ട് നമ്മുടെ രേവതിക്ക് ഒരു വണ്ടി വാങ്ങി കൊടുക്കും, ഒരു സ്കൂട്ടി. ആ ഒരു സ്കൂട്ടിയിൽ ആണ് പിന്നെ നമ്മുടെ രേവതി പൂക്കച്ചവടം നടത്തുന്നത്. ഇതിനിടയിലാണെങ്കിലോ നമ്മുടെ ശ്രീകാന്തും വർഷയും ഇപ്പോഴും ഫൈറ്റിങ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശ്രീകാന്തിന് വീട്ടിൽ പോകണം, വർഷയ്ക്ക് വീട്ടിൽ പോകാനൊട്ട് പറ്റത്തുമില്ല. ഏതായാലും നമ്മുടെ വർഷ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. ഡബ്ബിങ് പോലും ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയി കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു സ്റ്റേജിലാണ്. ഇവര് കുടുംബക്കാർ തമ്മിലുള്ള വഴക്കല്ല കേട്ടോ, നമ്മുടെ ശ്രീകാന്തുമായിട്ടുള്ള വഴക്കാണ് സത്യത്തില് നമ്മുടെ വർഷനെ തളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബക്കാർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ, അത് വർഷയ്ക്ക് അറിയേണ്ട കാര്യമില്ല. വർഷ അത് ശ്രദ്ധിക്കുന്നുമില്ല. അപ്പൊ വർഷയ്ക്ക് ഡബ്ബിംഗ് ഒക്കെ ചെയ്തിട്ടൊട്ട് ശരിയാവുന്നില്ല. അപ്പൊ അവിടുത്തെ മാസ്റ്റർ പറയുന്നുണ്ട്, നീ എന്താ വർഷയെ കാണിക്കുന്നത്? വർഷ നിന്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലേ? നിന്റെ കോൺസെൻട്രേഷൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ മനസ്സും ശ്രദ്ധയും ഒക്കെ തന്നെയാണെന്ന് നിനക്ക് അറിയാലോ. ഇതുവരെ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ? സാറേ ഞാൻ ഒന്നും കൂടെ നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വീണ്ടും ഇത് ശ്രമിച്ചിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. ശ്രുതി അല്ലാട്ടോ വർഷ ശ്രമിച്ചിട്ടും അങ്ങ് ശരിയാവുന്നില്ല. എന്നിട്ട് വർഷയ്ക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കലിതുള്ളി ഇറങ്ങി പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോഴാണ് അവിടെ വലിയ ചർച്ച നടക്കുന്നത്. ആരൊക്കെ തമ്മില്? നമ്മുടെ മധുസൂദനും മഹിമയും തമ്മില്. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നല്ലോ മഹിയേട്ടാ. എങ്കിലും ശ്രീകാന്തിനെ ഭയങ്കര വിഷമമുണ്ട് അവനിവിടെ നിൽക്കുന്നതിൽ. നമുക്കിനി പതുക്കെ ഒരു കാര്യം ചെയ്യണം. അവനെ നമ്മുടെ കമ്പനിയുടെ MD ആക്കാം, അല്ലെങ്കിൽ മാനേജരാക്കാം. അപ്പോഴത്തേക്കും മധുസൂദനം പറഞ്ഞു, ഇതൊക്കെ നടക്കുന്ന വല്ല പരിപാടിയാണോ മഹിമേ? അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് എല്ലാത്തിൻ്റെയും ഇതൊക്കെ കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ഇവർക്ക് എസ്റ്റേറ്റോ അങ്ങനെ എങ്ങാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം, അവിടെ ചെന്ന് മേൽനോട്ടങ്ങളൊക്കെ നോക്കട്ടെ. അല്ലാതെ ഈ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് നാണക്കേടല്ലേ നമുക്ക്? അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ വർഷ റൂമിന്റെ വെളിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കേട്ടു. അതിനിടയിലാണ് നമ്മുടെ മധുസൂദനൻ പറയുന്നത്, ഏതായാലും മഹിമേ, നീ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ വിചാരിച്ചിട്ട് നടന്നല്ലോ. ആ ഒരു തക്ക സമയത്താ ഈശ്വരൻ വർഷനെ കൊണ്ട് ആ മാല അവിടെ ഊരി ഇടിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ ആ മാലയുടെ ഇടയില് ആ മാല കയറി പൂമാലയുടെ ഇടയിൽ ആ മാല കയറി ഇരുന്നതും ആ രേവതി അതെടുത്തതും നമുക്ക് പറ്റിയ അവസരമായതുകൊണ്ട് നമ്മൾ അത് വിനിയോഗിച്ച് അവളെ കള്ളിയാക്കി തീർത്തതും ഇപ്പം ശ്രീകാന്തും വർഷയും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നതും. അയ്യോ പറയാനുണ്ടോ? ഇത് കേട്ടതും നമ്മുടെ വർഷ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. വർഷയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വർഷ വല്ലാണ്ടങ്ങ് ആകുകയാണ്. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് നാക്കൊന്നും വെളിയിൽ വരുന്നില്ല. അപ്പം ഫുള്ള് കേൾക്കണമല്ലോ. അവിടെ നിന്നിട്ട് അപ്പം നമ്മുടെ മഹിമ പറഞ്ഞു, അതെ അതെ അതെ, നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടന്നല്ലോ. നമ്മുടെ മോള് നമ്മുടെ വീട്ടിലും വന്നു, നമ്മുടെ മരുമോൻ നമ്മുടെ അടുത്തും എത്തി. ഇനിയിപ്പൊ എന്താ നമുക്ക് വേണ്ടത്? ഇനി രവീന്ദ്രൻ കിടന്ന് കഷ്ടപ്പെടുന്നതും സങ്കടപ്പെടുന്നതും നമുക്ക് കാണാൻ പറ്റൂലോ. അവൻ അറിയണം മകൻ അവന്റെ അടുത്തുനിന്ന് പോയാലുള്ള വിഷമം. നമ്മുടെ മകളെ പിടിച്ചോണ്ട് പോയതല്ലേ. അപ്പൊ പിന്നെ നമ്മക്കുണ്ടായ അതേ വിഷമം അവനും അറിയണം. ആ ചന്ദ്രനെ നമുക്ക് എത്രയും പെട്ടെന്ന് വീഴ്ത്താൻ പറ്റിയത് നന്നായി. ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ അങ്ങ് മലന്ന് വീണ് കിടന്നില്ലേ. ആ തള്ളയെ പൈസയ്ക്ക് ആർത്തിയുള്ളതാ, അതുകൊണ്ട് തന്നെയാ. പിന്നെ പൊങ്ങച്ചം കാണിക്കുന്ന കാര്യത്തിലും ചില്ലറ ഇതൊന്നും അല്ല പുള്ളിക്കാരിക്കുള്ളത്. ഏതായാലും രക്ഷപ്പെട്ടില്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഇങ്ങ് കേറി വന്നില്ലേ നമ്മുടെ വർഷ. ആഹാ എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷേനെ കണ്ടതും
മോളെപ്പോഴാ വന്നത് എന്നിങ്ങനെ മഹിമ ചോദിച്ചു. അതെ, ഞാൻ വന്നിട്ട് കുറെ കാലം ആയേ, അതുകൊണ്ട് തന്നെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നിങ്ങൾ എന്ത് വൃത്തികേട്, നിങ്ങൾ എന്ത് ചീപ്പ് പരിപാടിയാ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് കാണിച്ചത്. പാവം ആ രേവതി ഏടത്തിയെ കള്ളിയാക്കിയല്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. സത്യങ്ങളൊക്കെ അറിയാഞ്ഞിട്ടും നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്തു, എന്തിനീ ക്രൂരത കാണിച്ചു. എൻ്റെ അച്ഛനെ അമ്മേനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ പട്ടിയെ തല്ലുന്ന പോലെ സച്ചി അവിടെ ഇട്ട് തല്ലിയപ്പം എൻ്റെ മനസ്സാ വേദനിച്ചത്. ആ മനസ്സ് കാണാതെ നിങ്ങൾ എന്താ കാണിച്ചത്? ആഹാ, ഇല്ല, ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അല്ല മോളെ, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട വേണ്ടമ്മേ, അമ്മയൊന്നും പറയണ്ട. നിങ്ങളിപ്പം മുതലെടുത്തത് എൻ്റെ ഭർത്താവിന്റെ വീട്ടുകാരെയാണ്. പാവം പാവം രേവതി ചേച്ചി എല്ലാവരുടെയും മുമ്പിൽ എന്തുമാത്രം സങ്കടപ്പെട്ടു. ആ രേവതി ചേച്ചി നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അറിയാലോ. ചേച്ചി കാരണമാ ഒരു ദിവസം ആ റോഷന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ചേച്ചി അന്ന് ഇല്ലായിരുന്നെങ്കിലേ ഇന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. എന്റെ ശവവും കിട്ടത്തുള്ളായിരുന്നു. ഞാനിപ്പം മരിച്ചു തലയുടെ മണ്ടേ നിന്നേനെ. അതുപോലും മനസ്സിൽ വിചാരിക്കാതെയാണല്ലോ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇല്ല, എനിക്കിനി ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും വേണ്ട. അച്ഛനെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ വർഷ അവിടെ നിന്ന് ഇറങ്ങാണ്. ഏതായാലും അടിപൊളിയായിട്ടാ കഥ മുമ്പോട്ടേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടം കൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി കഥകൾ ഞാൻ നാളെ പറയാന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു സമയമാകുമ്പം ഈ കഥയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ആരും മിസ് ചെയ്ത് കളയരുത്. നമ്മൾ ഇനി എന്നും അങ്ങോട്ട് രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ മഴയും കാറ്റും ഇടിയും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. യാത്രകളൊക്കെ ഒഴിവാക്കുക. പരമാവധി വീട്ടിൽ തന്നെ എല്ലാവരും ഇരിക്കുക കേട്ടോ. കാരണം ഈ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണ് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വീട് തന്നെയാണ് സേഫ്. നമ്മുടെ വീട്ടിലുള്ളവരുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. വെളിയിൽ ഇങ്ങനെ ചുമ്മാ പോയി ഒരു അപകടമൊക്കെ വരുത്തി വെച്ചാൽ ഒന്ന് ഓർത്ത് നോക്കിക്കല്ലേ എന്തായിരിക്കും അവസ്ഥ. വെറുതെ കിടന്ന ഒരു ലോറിയുടെ മണ്ടയിലേക്ക് ഒരു മരം ഒടിഞ്ഞു വീണു, ഒരു ഡ്രൈവർ മരിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ കുടുംബത്തിനല്ലേ നഷ്ടമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.